കവടിയാർ കൊട്ടാരത്തിൽ വൻ കവർച്ച. മോഷണം പോയത് 2 കോടിയുടെ സ്വർണ്ണാഭരണങ്ങൾ. പോലീസിൽ പരാതി നൽകി അശ്വതി തിരുനാൾ ലക്ഷ്മിഭായ്. വിശദാംശങ്ങളുമായി അൺഫിലിറ്റ് ചേരുന്നുണ്ട്. അൺഫിലിറ്റ്, നമുക്കറിയാം വലിയ സുരക്ഷയുള്ളൊരു മേഖലയാണ് കവടിയാർ കൊട്ടാര പരിസരം എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ ഒരു വൻ കവർച്ച ഉണ്ടായിരിക്കുന്നത്. മോഷണം പോയത് 2 കോടിയുടെ സ്വർണ്ണാഭരണങ്ങൾ എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോപിക, അത് തന്നെയാണ് ഏറ്റവും വലിയ സുരക്ഷാ കേന്ദ്രമായെന്ന്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അതീവ സുരക്ഷയുള്ള ഒരു സ്ഥലം. അവിടെ നിന്നാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ, അതും 2 കോടിയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. അത് അപൂർവമായി അല്ലെങ്കിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഇങ്ങനൊരു വാർത്ത കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് തന്നെ വരുന്നത്. 2 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം. അത് വിലപിടിപ്പുള്ള അമൂല്യ രത്നശേഖരം അടക്കമുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളാണ്, അമൂല്യ ശേഖരം ഉൾപ്പെടെയുള്ള സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയിരിക്കുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട അതായത് കഴിഞ്ഞ നവംബറിൽ ബംഗളൂരുവിൽ പോകാനായി അശ്വതി തിരുനാൾ തമ്പുരാട്ടി അലമാര നോക്കുമ്പോൾ അപ്പോഴാണ് ഇതിൽ സ്വർണ്ണാഭരണം കാണുന്നില്ല എന്ന് ശ്രദ്ധയിൽപ്പെടുന്നത്. എന്നാൽ അതിനൊരു 10-15 ദിവസം മുമ്പ് തന്നെ ഈ ആഭരണങ്ങളൊക്കെ തന്നെ നോക്കി അടുക്കി കൃത്യമായി വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇത്രയും നാളും ഇത് കൊട്ടാരത്തിലുള്ള മറ്റുള്ളവർ തന്നെ ഈ ആഭരണങ്ങൾ എടുത്തിട്ടുണ്ടാകും എന്നൊരു കരുതി അതിന് പരിശോധന നടത്തുകയായിരുന്നു. എന്നാൽ പിന്നീട് ഈ പരിശോധന നീളുമ്പോഴാണ് മനസ്സിലാകുന്നത് ആഭരണം ആരും എടുത്തിട്ടില്ല, അത് മോഷണം പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ഇതേ തുടർന്നാണ് അശ്വതി തിരുനാൾ തമ്പുരാട്ടി ഇത് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. അതായത് പേരൂർക്കട പോലീസിൽ 2 ദിവസം മുമ്പാണ് ഈ ആഭരണങ്ങൾ മോഷണം പോയി, 2 കോടി രൂപ വിലപിടിക്കുന്ന വിലയേറിയ ആഭരണങ്ങൾ മോഷണം പോയി എന്ന് പരാതി കൊടുത്തിരിക്കുന്നത്. ഈ മോഷണം പോയ വസ്തുക്കളുടെ, അതായത് FIR-ൽ ഈ മോഷണം പോയ ഏതൊക്കെ വസ്തുക്കളാണ് എന്ന ലിസ്റ്റും പുറത്തു വന്നിട്ടുണ്ട്. അത് ഓറഞ്ച് നിറത്തിലുള്ള പവിഴവും സ്വർണവും മുത്തും ഇടകലർന്ന സ്വർണ്ണ ചെയിൻ, ആ സ്വർണ്ണ ചെയിൻ പോയിട്ടുണ്ട്. ഒപ്പം തന്നെ അത് അരപ്പവനാണ്. പിച്ചിപ്പ് മൊട്ട് ഡിസൈനിലുള്ള സ്വർണ്ണ പാദസരം, അത് 3 പവനാണ്. പിച്ചിപ്പ് മൊട്ട് ഡിസൈനിലുള്ള സ്വർണ്ണ പാദസരം പോയി. ഇപ്പോൾ കറുത്ത മുത്തും സ്വർണ്ണ മുത്തും ഇടകലർന്ന പാദസരം, അത് 2 പവനാണ് പോയിരിക്കുന്നത്. വീതിയുള്ള ഇല ഡിസൈനോട് കൂടിയ 2 വളകൾ, അത് 4 പവനാണ് പോയിരിക്കുന്നത്. വീതി കുറഞ്ഞ 2 സ്വർണ്ണ പിരിവള, അത് 3 പവനാണ് പോയിരിക്കുന്നത്. ഒപ്പം തന്നെ കുഞ്ചു ചുവപ്പ് കല്ല് പതിച്ച വലിയ 2 കമ്മലും തൂക്കും പോയിട്ടുണ്ട്. പച്ച ഇനാമൽ 2-ലെയും നടുക്ക് വെള്ള ഇനാമൽ ശംഖും പതിച്ച സ്വർണ്ണ പതക്കവും സ്വർണ്ണ പിരിച്ചയും, അത് 2.5 പവനാണ്, അത് മോഷണം പോയിട്ടുണ്ട്. സ്വർണ്ണക്കുഴി മുന്നുമാല 5 പവൻ്റേതാണ് അത്. ഒപ്പം തന്നെ 8 ലക്ഷം രൂപ വില വരുന്ന പച്ചക്കല്ല് വെച്ച് നാഗപ്പട കമ്മലും മാലയും പതക്കവും, അതിൻ്റെ വില 8 ലക്ഷം രൂപയാണ്. ഇതും കാണാനില്ല. സ്വർണ്ണക്കമ്മലും ഇല ഡിസൈനോട് കൂടിയ മാട്ടിയും, അത് 2 പവനാണ്, അതും കാണാനില്ല. റൂബിക്കല്ലുകളും ഡയമണ്ടുകളും പതിച്ച് വീതിയുള്ള 2 ഒഴുക്കൻ വള, അത് 6 പവനാണ്, അതും കാണാനില്ല. ഒപ്പം തന്നെയും നേർത്ത ചെയിനിൽ പത്മനാഭസ്വാമിയുടെ ചിത്രം ആലേഖനം ചെയ്ത സ്വർണ്ണ പതക്കവും ചെയിനും, അത് 1 പവനാണ്, അതും കാണാനില്ല. അങ്ങനെ 12 ഇനങ്ങളാണ്. ഇതിൽ അവസാനത്തത് 1 പവൻ വീതം തൂക്കം വരുന്ന 5 കുതിരപ്പവൻ നാണയങ്ങളും കാണാനില്ല. അതായത് അമൂല്യ ശേഖരങ്ങളാണ് പോയിരിക്കുന്നത്. ഇതൊക്കെ തന്നെ 2 കോടിയിലധികം വില വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് മോഷണം പോയി എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളതാണ് ഉയരുന്നൊരു ചോദ്യം. കാരണം അത്രയേറെ സുരക്ഷാ വലയമുള്ള ഒരു അതീവ സുരക്ഷാ കേന്ദ്രം അത് കവടിയാറാണ്. ഈ കവടിയാർ നമുക്കറിയാം, കവടിയാർ എന്ന കൊട്ടാരം എന്നതിനപ്പുറത്തേക്ക് കവടിയാർ നിലനിൽക്കുന്ന ആ സ്ഥലം എന്നൊരു രാജ്ഭവന്റെ തൊട്ടടുത്താണ്, ലോക് ഭവന്റെ തൊട്ടടുത്താണ്. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ ലോക് ഭവനും ഈ കവടിയാർ, അതിന്റെ തൊട്ടടുത്ത് കവടിയാർ കൊട്ടാരം നമുക്ക് എത്രത്തോളം അതീവ സുരക്ഷാ മേഖലയാണ് എന്ന കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. അത്രയേറെ സുരക്ഷാ വലയത്തിലുള്ള ഒരിടത്തു നിന്നാണ് ഈ 2 കോടിയോളം രൂപ വില പതിക്കുന്ന വിലയേറിയ അമൂല്യ രത്നശേഖരങ്ങളടക്കമുള്ള ഈ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയിരിക്കുന്നു എന്ന വിവരം അത് ഔദ്യോഗികമായി തന്നെ അശ്വതി തിരുനാൾ ലക്ഷ്മിഭായി തന്നെയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇതൊരു മോഷണമാണ് എന്ന്, മോഷണം, അതായത് ഇത് FIR ഇട്ട് മോഷണ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. എന്തായാലും പോലീസ് ഇവിടെ പരിശോധന അടക്കമുള്ള തുടർ നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. 2 ദിവസം മുമ്പാണ് പരിശോധന നൽകിയത്. 2 ദിവസത്തിന് ശേഷം ഇപ്പോഴാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. FIR കോപ്പി അടക്കം തന്നെ വാർത്ത പുറത്തു വരുന്നത്. കാരണം എല്ലാവരും ഈ വാർത്ത അറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ്. കാരണം കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് തന്നെ ഈ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോകുക എന്ന് പറഞ്ഞാൽ അതിൽ ഈ ആഭരണങ്ങളൊക്കെ തന്നെ ഇരുമ്പ് പെട്ടിയിൽ അലമാരയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് ഈ പരാതി ലക്ഷ്മിഭായ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ മോഷണം പോയി എന്നുള്ളൊരു ചോദ്യം, ഈ സുരക്ഷാ കേന്ദ്രത്തിൽ നിന്ന് എങ്ങനെ ഇത് മോഷണം പോയി എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും പോലീസ് വിശദമായ പരിശോധന നടത്തുമ്പോൾ തന്നെ എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്ന്, നമുക്ക് ഇതെങ്ങനെ ആരും മോഷണം നടത്തി, ഇതെവിടെയാണ്, എങ്ങനെ ഇത് സംഭവിച്ചു എന്നടക്കമുള്ള വിവരങ്ങളൊക്കെ തന്നെ
പുറത്തു വരേണ്ടതുണ്ട്. കവടിയാർ കൊട്ടാരത്തിന്റെ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൊട്ടാരത്തിൽ നിന്ന് ഈ ആഭരണങ്ങൾ മോഷണം പോവുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു മോഷണമായാലും കൊട്ടാരത്തിനകത്ത് നടന്നു എന്ന് പറയുമ്പോൾ, അത് ആഭരണമായാലും മറ്റെന്തായാലും കൊട്ടാരത്തിനകത്തൊരു മോഷണം നടന്നു എന്ന് പറയുമ്പോൾ അത് ഇതിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായൊരു സംഭവമാണ്. ഇങ്ങനൊരു സംഭവം മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ ഗൗരവത്തോടെ, അതീവ ഗൗരവത്തോടെ തന്നെയാണ് പോലീസും സർക്കാരും ഒക്കെ നോക്കി കാണുന്നത്. കാരണം ഇതിനകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ നിജസ്ഥിതി പുറത്തു വരേണ്ടതുണ്ട്. കൊട്ടാരത്തിലുള്ളവർ ഇതിനകത്ത് ആശയക്കുഴപ്പത്തിലാണ്. കാരണം അവർക്ക് പോലും ഇതെങ്ങനെ, കാരണം ഇത് നവംബർ 20 ഈ മോഷണം നടന്നു എന്ന് സ്ഥിരീകരിച്ചത് ഇത്രയും നാൾ ഇതിൽ മറ്റാരെങ്കിലും അംഗങ്ങൾ തന്നെ, കുടുംബാംഗങ്ങൾ തന്നെ ആവശ്യങ്ങൾക്ക് എടുത്തിട്ടുണ്ടാകുമോ എന്നൊരു പരിശോധനയൊക്കെ തന്നെ ഇവിടെ നടത്തിയിരുന്നു. ഇത്രയും നാൾ നീണ്ട ഒരു പരിശോധനയ്ക്ക് ശേഷമാണ് അത് യഥാർത്ഥത്തിൽ അത് മോഷണം പോയി എന്ന് കുടുംബാംഗങ്ങൾ തന്നെ സ്ഥിരീകരിക്കുകയും അതേ തുടർന്നാണ് കവടിയാർ പേരുക്കട പോലീസിൽ അശ്വതി തിരുനാൾ പരാതി നൽകുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് വളരെ ഗൗരവം നിറഞ്ഞ ഒരു കേസ് തന്നെയാണ്. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് ഇത്രയേറെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ മോഷണം പോയിരിക്കുന്നു എന്നുള്ളത്. പുറത്തു നിന്നുള്ള ഒരാൾക്ക് ഇതിനകത്ത് എങ്ങനെ കയറി ചെല്ലാൻ പറ്റുമെന്നത് പോലും നമുക്കറിയാം. നമുക്ക് ഈ കൊട്ടാരത്തിൻ്റെയൊക്കെ ഇതിൻ്റെ ഒരു ഭൂപ്രകൃതിയൊക്കെ നമുക്കറിയാവുന്നതാണ്. അത്രയേറെ സുരക്ഷയാണ്, അത്രയേറെ മതിൽ ചാടിയൊക്കെ പുറത്തകത്ത് കയറാനുള്ള സാധ്യത എത്രത്തോളമാണ്. കാരണം അത് ഇത്രയും വർഷമായി ഒന്നും സംഭവിക്കാത്തത് ഇപ്പോൾ പൊടുന്നനെ എങ്ങനെ സംഭവിച്ചു എന്നടക്കമുള്ള നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. കാരണം ഇത് കവടിയാർ കൊട്ടാരമായതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധാകേന്ദ്രമാണ്. ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി, മാധ്യമങ്ങളുടെ പുറത്തു വന്നതോടുകൂടി പൊതുജനങ്ങളൊക്കെ തന്നെ വളരെ ആകാംക്ഷയോടെ കൂടിയാണ് ഇതിനകത്ത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൻ്റെ നിജസ്ഥിതി. ഇത് കവടിയാർ കൊട്ടാരം ഒക്കെ ആയതുകൊണ്ടാണ് ഇതിൻ്റെ അകത്തുള്ള മറ്റെന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്നടക്കമുള്ള നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. എന്തായാലും ഇത് പോലീസ് ഈ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചൊരു സ്ഥിതിക്ക് ഇതിനകത്ത് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് മോഷണം, എവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നതിനകത്ത് ഒരു വ്യക്തത വരുത്താനാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഗോപിക. ശരി, കവടിയാർ കൊട്ടാരത്തിൽ വൻ കവർച്ച, മോഷണം പോയത് 2 കോടിയുടെ സ്വർണ്ണാഭരണങ്ങളാണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചു വരികയാണ്. അൺഫിലിറ്റാണ് വിവരങ്ങൾ നൽകിയത്.